ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പഴം വെച്ചിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്നാക്കായിട്ട് കൊടുക്കാനും ചായക്ക് കഴിക്കാനും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് മൈദാമാവോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതിനുള്ള ഉപ്പ്, അതുപോലെ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായി വറുത്തെടുത്തേക്കുന്ന ഏലക്കയുടെ കുരുവും അതുപോലെ ചെറിയ ജീരകവും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു പാൻ അടുപ്പേ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഓയിലോ എണ്ണയോ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് പഴം ആവശ്യമായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പഴം ഞാൻ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നല്ല പഴുത്ത പഴമാണെങ്കിൽ കുറച്ചുകൂടെ വെന്ത് കിട്ടും. അപ്പോൾ അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. പഴം ആവശ്യമായിട്ടുണ്ട്. അതുപോലെ നമുക്ക് സേമിയ ആവശ്യമായിട്ടുണ്ട്. സേമിയ ഒന്ന് വറുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാവിൽ ഓരോ പഴവും ഇതുപോലെ മുക്കിയെടുത്തിട്ട് ഈ സേമിയയിലൊന്ന് കോട്ട് ചെയ്തെടുത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. അത് വെറൈറ്റി ഒരു സ്നാക്കുമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്താണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു വശം വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ തീയ്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്, ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടില്ല, നല്ലൊരു സ്നാക്കായിട്ടോ. കുട്ടികൾക്കൊക്കെ എന്താണെങ്കിലും ഇഷ്ടപ്പെടും. പഴമൊക്കെ വെച്ചുണ്ടാക്കിയത് കൊണ്ട് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. നല്ല പഴുത്ത പഴമാണെങ്കിൽ അധികം മധുരം എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ സ്നാക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ചായക്കൊക്കെ ആണെങ്കിൽ, വൈകുന്നേരത്തെ ചായക്കൊക്കെ ആണെങ്കിൽ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു സേമിയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല കടിക്കും, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ ബൈ ബൈ.